Hi to all, welcome to Tami's Consultancy's new video. ഇന്ന് ആക്ച്വലി ഒരു ജസ്റ്റ് ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ എല്ലാവരും സ്റ്റഡി ഓവർസീസ് ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ കഴിഞ്ഞ് ഇനി അടുത്തൊരു ഇൻടേക്കിന് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ ഇൻടേക്കിൽ റിഫ്യൂസിൽ വന്ന കുറച്ച് പേരുണ്ടാവും. അപ്പോൾ അതിൽ വിസ വന്നവരുണ്ടാവും, കയറി പോകാൻ നിൽക്കുന്നവരുണ്ടാവും, ചിലർക്ക് ഫണ്ട് സെറ്റ് ആവാതെ അടുത്ത ഇൻടേക്കിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ടാവും. വിസ വന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പോകാനായിട്ടുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ അവിടെ ചെന്ന പോസ്റ്റ് ഡിപ്പാർച്ചർ സർവൈവൽ അതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ ഒരു ഗ്രൗണ്ട് റിസർച്ച് ചെയ്യുക. കൺട്രിയുടെ അതിന് ഡ്രോബാക്സ്, നല്ല സൈഡുകൾ, പാർട്ട് ടൈം ജോബിൻ്റെ സ്കോപ്പ്, ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇംഗ്ലീഷ് അല്ലാത്ത ലോക്കൽ ലാംഗ്വേജിൽ ഒത്തിരി കൺട്രീസ് ഉണ്ട്. അപ്പോൾ ആ കൺട്രീസിലേക്കൊക്കെ പോകുന്നവർ എന്തായാലും വളരെ ബേസിക്സ് ആയിട്ടെങ്കിലും ആ ലോക്കൽ ലാംഗ്വേജിനെ കുറിച്ചൊരു അവയർനെസ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർ സിറ്റിയുടെ ഉള്ളിലാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഏഷ്യൻ സ്റ്റോഴ്സ്, MNCs പോലുള്ള കമ്പനികളിൽ കയറി കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ്സിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ ഇതിൽ പോണേക്കാളും മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് പോകും. പിന്നെ ചെന്നാലുള്ള ട്രാവൽ, അക്കോമഡേഷൻ കാര്യങ്ങൾ നമ്മുടെ അതിലൊരു ഇപ്പം നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് കൈപിടിച്ച് പോകുന്നുണ്ടാവും. പ്രോപ്പർ ഒരു ബഡ്ജറ്റിംഗ് വെക്കുക. നമ്മളൊരു പുതിയ കൺട്രിയിൽ ചെല്ലുമ്പോൾ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മീറ്റപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ബഡ്ജറ്റിംഗ്, ഇന്ന കാര്യങ്ങൾക്ക് ഇത്ര ബഡ്ജറ്റ്. ഇപ്പം നമ്മൾ ഒരു ക്ലൈമറ്റ് നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മോസ്റ്റ്ലി മേടിച്ച ക്ലോത്തിങ്സ് നമുക്ക് അവിടെ ചെന്ന് ചിലപ്പോൾ ഫിറ്റ് ആവാതെ വരും. ഇനിയിപ്പോൾ നമുക്ക് ഡിസംബർ ആവാറായി, ഡിസംബർ ജനുവരി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ നിങ്ങളുടെ വിന്റർ ക്ലോത്തിങ്സ് ചിലപ്പോൾ ഫിറ്റ് ആവാതെ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്നവരപ്പോൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള പർച്ചേസ് ചെയ്യണ്ട. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഒന്ന് സെറ്റ് ആവാനുള്ള സമയം എടുക്കുള്ളൂ, നിങ്ങൾക്ക് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബഡ്ജറ്റിങ് ആദ്യമേ കൈപിടിക്കാം. അക്കോമഡേഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അഫോർഡബിൾ അല്ലെങ്കിൽ അവിടെ ചെന്ന് ഗ്രൗണ്ട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിയർ ബൈ നല്ല അക്കോമഡേഷൻസ് തപ്പിയെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ ട്രാവല് മാക്സിമം കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും കമ്പാരിറ്റീവ്ലി ചീപ്പർ. ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കോമഡേഷൻ ഇല്ലാത്തവരാണെങ്കിൽ മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് ട്രാവൽ എക്സ്പെൻസ് ഒക്കെ കട്ട് ഡൗൺ ചെയ്ത് ചെയ്യാൻ പറ്റും. ഒരു വോക്കബിൾ ഡിസ്റ്റൻസിൽ കിട്ടുമ്പോൾ അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇനി ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി പാർട്ട് ടൈം ജോബ്സ് പോകുന്നതിന് മുന്നേ തന്നെ ഇവിടുന്ന് ആദ്യമേ തന്നെ നമ്മളൊരു ഗ്രൗണ്ട് റിസർച്ച് ചെയ്യാം. നമുക്ക് അവിടെ എന്തൊക്കെ പാർട്ട് ടൈം ജോബ്സ് നമുക്ക് അവൈലബിൾ ആണ്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇതിന് വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് ലീഗലിയുള്ള വർക്ക് പെർമിറ്റ് എത്രയുണ്ട്, നമുക്ക് പാർട്ട് ടൈം ജോബിന് ഒരു അവറിന് എത്ര വരെ കിട്ടും, പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവൻ കിട്ടും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇഫ് യു ആർ ഗോയിങ് ഇൻ ഈ കൺട്രി, ഇംഗ്ലീഷ് എന്തായാലും ഒരു പ്രൈമറി കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ കയ്യിൽ കരുതിയിട്ട് പോകുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ജർമ്മനി പോലുള്ള കൺട്രികളിലേക്കാണെങ്കിൽ ഉള്ള ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക ആസ് മച്ച് ആസ് പോസിബിൾ. കാരണം അവിടെ നിന്ന് ചെന്നിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ്, ഇറ്റ്സ് എ ബിഗ് തിങ്. ഇവിടുന്ന് പോകുന്നതിനേക്കാളും നമ്മൾ അവിടെ എത്തിപ്പെട്ട് അവിടെ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പോകുന്നതിന് മുന്നേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഈവൻ ഇഫ് യു ആർ ഗോയിങ് ടു ജർമ്മനി ആസ് വെൽ ആസ് യു ഹാവ് ടു ഇംപ്രൂവ് യുവർ ജർമ്മൻ സ്കിൽസ് ആസ് വെൽ ആസ് ഇംഗ്ലീഷ്. ബാക്കി കൺട്രീസിലുള്ളവരെല്ലാവരും ഇപ്പോൾ ലോക്കൽ ലാംഗ്വേജസ് ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ ഇപ്പോൾ 1-2 സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് ലോക്കൽ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ഉണ്ട്. സിറ്റിയുടെ ഉള്ളിലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമ്മളിപ്പോഴും പോകുന്ന ലൊക്കേഷനിൽ പാർട്ട് ടൈം ജോബ് പോസിബിലിറ്റീസ്, അറ്റ്ലീസ്റ്റ് ആ ലാംഗ്വേജ് ഫുള്ള് പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് അറ്റ്ലീസ്റ്റ് ബേസിക് കമ്മ്യൂണിക്കേഷൻ എങ്കിലും പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും അറിയണ്ട, കുറച്ച് ബേസിക് കമ്മ്യൂണിക്കേഷൻസ്, ഹായ് വെൽക്കം, ഹൗ മേ ഐ ഹെൽപ്പ് യു, പിന്നെ സോറി ടു ടെൽ യു ദാറ്റ് ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ദിസ് ലോക്കൽ ലാംഗ്വേജ്, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് മെനു. ഇത്രയും ആ ലോക്കൽ ലാംഗ്വേജിൽ പഠിച്ചാൽ തന്നെ നമുക്ക് ജോലി കിട്ടും. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മുന്നേ പോയ ഫ്രണ്ട്സ്, കസിൻസ്, അങ്ങനെയുള്ളവരുമായിട്ട് ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. പരമാവധി അവരുടെ അടുത്ത് കിട്ടാവുന്ന ഇൻഫർമേഷൻസ് ഉള്ളിൽ കളക്ട് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഒരു അവയർനെസ് ആക്കി വെക്കുക. പിന്നെ പോസ്റ്റ് ഡിപ്പാർച്ചറിൽ എപ്പോഴും വരുന്ന കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോസ്റ്റ് ഡിപ്പാർച്ചർ ഒരു പ്രോപ്പർ പ്ലാൻ വേണം. നമ്മൾ ഇടയിൽ പോകുന്ന ട്രാൻസിറ്റീവ്സ് വേണ്ട കൺട്രികളല്ല എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ബേസിക് ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിൽ ഇല്ലേന്ന് ഉറപ്പ് വരുത്തണം. എയർപോർട്ടിൽ പോകുന്നതിന് മുന്നേ ഒരു ഡോക്യുമെന്റ് ഇല്ലാതെ നമ്മൾ തിരിച്ചു പോരേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇന്ത്യക്ക് ഡെഫർ ആവുമല്ല, നമുക്ക് എൻറ്റയർലി കോംപ്ലിക്കേഷൻ ആണ്. നമുക്ക് വിസ വീണ്ടും ചിലപ്പോൾ റീ അപ്ലൈ ചെയ്യേണ്ടൊക്കെ വരും. പിന്നെ നമുക്ക് ഇന്ത്യക്കിന്റെ ഡേറ്റ് മാറും, കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ ആദ്യമേ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡി ആക്കി വെക്കുക. അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുക, നെസസറി ആയിട്ടുള്ള മാത്രം സാധനങ്ങൾ കൈപിടിക്കാം.
അപ്പൊ നമ്മൾ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വലിച്ചേറ്റി കൊണ്ടുവന്നതിനേക്കാളും അത്യാവശ്യമുള്ള കുറേ സാധനമുണ്ട്. എപ്പോഴും കുക്കിംഗ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ കുക്കിങ്ങിന് വേണ്ട കുറേ സാധനങ്ങൾ നമ്മൾ കരുതി പെട്ടിയിലൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ആക്കി വെക്കുക. അൺനെസസറി നമുക്ക് ക്ലോത്തിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ക്ലോത്തിങ്സും നമ്മുടെ പുറത്തെ രാജ്യങ്ങളിലെ ക്ലോത്തിങ്സും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ തെർമൽ ക്ലോത്തിങ്സ് വേണ്ടി വരും. അപ്പൊ നമ്മൾ ഇവിടുന്ന് കുറെ ക്ലോത്ത് മേടിച്ച് വെറുതെ പൈസ കൂട്ടി കുറെ ഷൂസും അതും ഇതൊക്കെ മേടിച്ച് കൂട്ടി ബാഗ് നിറയ്ക്കുന്നതിന് പകരം എസെൻഷ്യൽ എക്യുപ്മെന്റ്സ് ആൻഡ് എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ലൈക്ക് ഇപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ വെറൈറ്റീസ് ലോകത്തുനിന്ന് ഇവിടുന്ന് വിട്ട് എവിടെ പോയാലും ഇന്ത്യ വിട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഈവൻ കേരള വിട്ട് പോയാൽ തന്നെ കേരള ഐറ്റംസിനെ കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഒബിയസ്ലി നമ്മൾ പോയി കഴിഞ്ഞാൽ ഏഷ്യൻ സ്റ്റോറിൽ പോയാൽ നമ്മൾ വിചാരിച്ച കോസ്റ്റ് നമുക്ക് അഫോർഡബിൾ ആവില്ല. ഇനി ഇന്ത്യൻ സ്റ്റോർ എല്ലായിടത്തും അവൈലബിൾ ആവില്ല. അപ്പോൾ കുക്ക് ചെയ്യാനുള്ള ബേസിക് സാധനങ്ങൾ അറ്റ്ലീസ്റ്റ് ഫോർ എ മന്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത്രയും നിങ്ങൾക്ക് ഇനീഷ്യൽ എക്സ്പെൻസ് നിങ്ങൾക്ക് മീറ്റപ്പ് ചെയ്യാം. ഒരു 1 മന്ത് ടു 2 മന്തിന്റെ ഉള്ളിൽ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടി ഒന്ന് സെറ്റിൽ ആവുന്നവരെ എക്സിസ്റ്റ് ചെയ്യാനുള്ള ബേസിക് ഫുഡ് ആൻഡ് മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിൽ വേണം. ഞാൻ പറഞ്ഞില്ലേ ക്ലോത്തിങ്സ് അൺനെസസറി നമ്മൾ ഒഴിവാക്കുക, ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, പ്രോപ്പർ ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അറ്റസ്റ്റഡ്. ഇനി എന്തെങ്കിലും പേരിലോ എന്തെങ്കിലും കൺഫ്യൂഷൻസ് എന്തെങ്കിലും എക്സ്റ്റൻഷനോ സംതിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവ് കുറഞ്ഞ പരിപാടിയാണ്. പോകുന്നതിന് മുന്നേ തന്നെ ഒരു നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്ത് നമ്മുടെ പാസ്പോർട്ടിലുള്ള അഡ്രസ്സും പേരും ബാക്കി സർട്ടിഫിക്കറ്റ്സിലുള്ളതും കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഇനി നിങ്ങളുടെ PCC മെഡിക്കൽ അങ്ങനെയുള്ള ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒന്നുപോലും വിട്ടുപോകാതെ നോക്കുക. കാരണം ഇവിടുന്ന് ഒരു ഡോക്യുമെന്റ് കൊറിയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അപ്പൊ പരമാവധി പോകുന്നതിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും കൈപ്പിടിക്കാം. എന്തെങ്കിലും പോസ്റ്റ് ഡിപ്പാർച്ചർ അസിസ്റ്റൻസ് വേണമെങ്കിൽ ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. ഓർ I'll be sharing my personal contact number only in the description box. So you can contact me either. നമുക്ക് പോകുമ്പോൾ പോസ്റ്റ് ഡിപ്പാർച്ചറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി കുറച്ച് കമ്പ്യൂട്ടർ ബേസ്ഡ് കുറച്ച് സ്കിൽസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിന്റെ ഫ്രീ സർട്ടിഫിക്കേഷൻ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. 1-2 അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡാറ്റ അനാലിസിസ്റ്റ്, അതേപോലെ തന്നെ ഡാറ്റ എൻട്രി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് അവിടെ പുറത്തു പോയാൽ നല്ല സ്കോപ്പ് ഉണ്ട്. പാർട്ട് ടൈം ജോബ്സ് കിട്ടാൻ നമുക്ക് ഫ്രീലാൻസിങ് ജോബ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഫ്രീലാൻസിങ് ജോബ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ കംഫർട്ടബിൾ ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നോക്കുക. പിന്നെ നിങ്ങളുടെ എംപ്ലോയർ അവിടെ ചെന്ന് നിങ്ങൾക്ക് പാർട്ട് ടൈം വരുന്ന എംപ്ലോയറുടെ പേയ്മെന്റും കാര്യങ്ങളും ശ്രദ്ധിക്കുക. പരമാവധി കോഴ്സിന്റെ അറ്റൻഡൻസ് സ്കിപ്പ് ചെയ്യരുത്. പരമാവധി അല്ല, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അറ്റൻഡൻസ് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾ പഠിക്കാൻ പോയ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ ഫർദർ എക്സിസ്റ്റൻസ് ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി, ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ, വാട്ട് എവർ ഇറ്റ് ഇസ്, വി ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ് സക്സസ്ഫുള്ളി. എന്നാൽ മാത്രമാണ് നമുക്ക് അതിന്റെ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് കിട്ടത്തുള്ളൂ, ക്വാളിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. എപ്പോഴും പാർട്ട് ടൈം വർക്ക് നിങ്ങൾ കോഴ്സിനെ റിലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കൺട്രിയിലും എപ്പോഴും കിട്ടണമെന്നില്ല, എങ്കിലും ശ്രമിക്കുക. മാക്സിമം ഡെഡിക്കേറ്റ് ചെയ്യുക, സെൽഫ് റിസർച്ച് ചെയ്യുക. ഈ അസൈൻമെന്റ്സ് പോലുള്ള പരിപാടികൾ പുറത്തുനിന്നുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സെൽഫായിട്ട് ചെയ്യാൻ പഠിക്കുക. ബിക്കോസ് while you're working you have to do all these kinds of things by yourself. Nobody will be there to support you. So പഠിക്കുമ്പോൾ തന്നെ അത് സെൽഫായിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ സേഫ് ആവും. ഓൾസോ ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ അഡ്വാൻസ്. ഓൾസോ ഐ വിഷ് യു എ ഹാപ്പി ജേർണിംഗ്. ഇനി വിസ ഈ ഒരു ഇൻടേക്ക് ഡെഫറായി പോകാൻ പറ്റാതെ നിൽക്കുന്നവർക്കുള്ള ഒരു വീഡിയോ അടുത്ത ദിവസം തന്നെ വേറെ ഒന്നും പോസ്റ്റ് ചെയ്യും.